നമ്മൾ കുംഭമീന മാസത്തിലാണ് ചേന നടുന്നത്. ഇപ്പോൾ ഈ കുംഭമാസത്തിൽ മഴയില്ലായിരുന്നു, അതുകൊണ്ട് എല്ലാവരും അങ്ങോട്ട് ചേന നട്ടു തുടങ്ങിയിട്ടില്ല. മീനമാസത്തിലൊക്കെ എല്ലാവരും ചേന നടും. അപ്പോൾ നമ്മൾ ചേന നടുന്നത് എങ്ങനെയാണെന്ന് ഉള്ളൊരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ഇവിടെ കാണിക്കുന്നത്. ഇത് 7 കിലോ മിനുസമുണ്ട്, അത് 7.5 കിലോളം ഉണ്ട് ഇത് ഒരു ചേന. അപ്പോൾ ഇത് നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നമ്മളിത് എങ്ങനെയാണ് നടുന്നതെന്ന് കാണിക്കാൻ പോകണം. അപ്പോൾ നമുക്കിതിവിടെ വയ്ക്കാം. അപ്പോൾ നമ്മൾ ആ ചേന 6 മുറിച്ചെടുത്തു. ഇതാ നമ്മൾ സാധാരണ ചാരവും പച്ചച്ചാണാനും കൂടി കലക്കിയാൽ മുക്കുന്നു. ഇവിടെ പച്ചച്ചാണം ഇല്ലാഞ്ഞോട് ഞാൻ ചാരം എല്ലാത്തിലും പെരട്ടി അങ്ങനെ രാവിലെ പെരട്ടി വെച്ചാണ്. ഇപ്പോൾ വൈകുന്നേരമായി, എല്ലാം റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നല്ലെങ്കിൽ നാളെ കുഴിച്ച് വയ്ക്കാം, അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരം വേണം, ഇന്ന് വൈകുന്നേരം കുഴിച്ച് വയ്ക്കാം. നമുക്ക് ഏതായാലും വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നമുക്കിപ്പോൾ തന്നെ കുഴിച്ച് വയ്ക്കാം. എങ്ങനെയാണ് കുഴിച്ച് വയ്ക്കണമെന്ന് അറിയണ്ടേ? അപ്പോൾ ഇനി നമുക്ക് ഇത് നേരെ അങ്ങോട്ട് പോയി നടുന്ന രീതി നോക്കാം എങ്ങനെയാണെന്ന്. അപ്പോൾ നമ്മൾ ആ ചേന 6 മുറിച്ചിട്ടുണ്ട് കേട്ടോ. അതിൽ 4 സ്ഥലത്തും മൂളങ്ങളുണ്ടായിരുന്നേ, വേണ്ട ഒരു മൂളം കണ്ട. ഇത് 1 കിലോ എങ്കിലും തൂക്കം വരണം. 1 കിലോ കുറയരുത്. 1 കിലോ ഒക്കെ ആണെങ്കിൽ നമുക്ക് വലിയ ചേന കിട്ടും. അപ്പം നമ്മളിവിടെ 1 മീറ്റർ ചുറ്റളവ് എന്താ, 1 മീറ്ററോളം, 1 മീറ്റർ കൂടുതലുണ്ട്. നമുക്ക് എടുക്കുമ്പോൾ 1 മീറ്ററെങ്കിലും വേണം. അപ്പം അങ്ങനെ ആ ചുറ്റളവ് എടുത്തിട്ട് നടുക്കൊരു കുഞ്ഞ് കുഴി കുഴിക്കണം. ഈ ചേന ഇറക്കി വയ്ക്കാൻ വേണ്ടിയാണ്. അപ്പം ഇതാ ഇത് കിഴക്കോട്ട് തിരിഞ്ഞ് വെക്കണമെന്നൊക്കെയാണ് പറയുന്നത്. നമുക്ക് ഏതായാലും കിഴക്കോട്ട് തിരിച്ച് വയ്ക്കാം. ഇനി ചെയ്യേണ്ടത് കുറച്ച് വേപ്പിൻ പിണ്ണാക്ക് ഇട്ട് കൊടുക്കും, ഈടകളുടെ ശല്യമൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് കുറച്ച് കരിയില, ജസ്റ്റ് ചേനയെന്ന് മൂടത്തക്ക രീതിയിൽ അതിൻ്റെ സൈഡിലായിട്ട് നമുക്ക് ഈ ഉണങ്ങിയ ഇത് ചാണകം, അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് എല്ലുപൊടി, ഇനി കുറച്ച് ചാരം, വെണ്ണീർന്നൊക്കെയാണ് പറയുന്നത്, ഞങ്ങൾ ചാരമെന്ന് നോക്കി പറയും. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് കരിയില കിട്ടും. ഇനി ഇത് കാറ്റത്ത് കടന്നു പോകാതിരിക്കാനായിട്ട് കുറച്ച് മണ്ണിന് മുകളിൽ കാട്ടി. പലയിടത്തും പല രീതിയിലാണ് ചേന നടന്നത്. നമുക്കറിയാവുന്ന പോലെ നമ്മൾ ചേന നട്ട് അത് നിങ്ങളോടൊന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ കേട്ടോ. ഇനി നല്ല നല്ല മെത്തേഡുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം ഇനിയിപ്പം കുംഭത്തിൽ മഴ തീരെ കുറവായിരുന്നു. അപ്പം ആഴ്ചയിൽ 2 പ്രാവശ്യം വെച്ച് നമ്മൾ നനച്ചു കൊടുത്താൽ മാത്രമേ നമുക്ക് ഓണത്തിന് ചേന പറിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 2 പ്രാവശ്യം വെച്ച് നനച്ചു കൊടുക്കുക. അപ്പം ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.